ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ കയറിയപ്പോൾ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി തീർത്ത് മാറാമെന്ന് കരുതി കയറിയതാണ്. പക്ഷേ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര പെട്ടെന്നത് തീരത്തില്ല. പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഇത്തിരി സമയമെടുക്കും. അപ്പോൾ ആദ്യം അതിനായിട്ട് അരക്കപ്പ് മാവിൽ മുട്ടയും ഉപ്പും ഒരിത്തിരി ഓയിലും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് കലക്കിയതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസിൽ നമുക്കിത് കലക്കി മാറ്റി വയ്ക്കണം. ഇനി ചെയ്യേണ്ടത് കുറച്ച് പച്ചക്കറി അരിയലാണ്. അപ്പോൾ ആദ്യം ഞാൻ ക്യാബേജ് ഇതേപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് മാറ്റുന്നുണ്ട്. പിന്നെ വേണ്ടത് കുക്കുംബറും ക്യാരറ്റുമാണ്. അതും ഇതേപോലെ തൊലി കളഞ്ഞ് രണ്ടിൻ്റെയും പകുതി വീതേ ഞാൻ എടുക്കുന്നുള്ളേ. തൊലി കളഞ്ഞ് ഇതേപോലെ പീൽ ചെയ്തെടുക്കുക. അപ്പോൾ കുക്കുംബറിൻ്റെത് ഞാൻ അകത്തെ കാമ്പെടുക്കുന്നില്ല, പുറം ഭാഗം മാത്രം പീൽ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി വേണ്ടത് ഒരു മുറി സവാളയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറിയെല്ലാം കൂടി സവാളയിലേക്ക് ചേർത്ത് പാകത്തിനുള്ള ഒറിഗാനോയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് എരി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം അവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസും ടൊമാറ്റോ സോസുമാണ്. ഇത് രണ്ടും കൂടി ഒരു ബൗളിലെടുത്ത് മിക്സ് ചെയ്ത് അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. ഇനിയുള്ള കാര്യം നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ഫ്രൈ പാൻ വെച്ച് ആദ്യം കലക്കി വെച്ച മാവ് ഇതിലേക്ക് എണ്ണ തൂത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ചുട്ടെടുക്കണം. അപ്പോൾ ഫ്രൈ പാൻ നല്ലതുപോലെ ചൂടാവരുത്. അങ്ങനെ ആകുമ്പം ദോശമാവ് ഒഴിക്കുമ്പോൾ അത് ഹോൾസ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകുതി ചൂടാവുമ്പോൾ ഈ മാവ് ഒഴിച്ച് ഇതേപോലെ ചുട്ടെടുക്കണം. അത് മാറ്റിയതിന് ശേഷം പിന്നെ അടിച്ച് വെച്ച മുട്ടയും കൂടി ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ആദ്യം ചുട്ടുവെച്ച റൊട്ടി നമുക്ക് ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വയ്ക്കാം. അപ്പോൾ അത് തിരിച്ചിടുമ്പോൾ മുട്ടയുടെ ഭാഗം മുകളിൽ വരുമല്ലോ. ആ മുട്ടയുടെ പുറത്ത് എടുത്തു വെച്ച സോസിൻ്റെ മിക്സ് ചേർത്ത് ഇതേപോലെ ഒന്ന് പരത്തിയതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറിയും ചേർത്ത് ഇത് ചുരുട്ടിയെടുത്താൽ നല്ല അടിപൊളി ഒരു സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം, അല്ലാതെ ലഞ്ചിനാണെങ്കിലും സ്നാക്സിനാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഓക്കെ.